നമസ്കാരം. ഇന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ബിഗിനർ ടു നമുക്ക് എക്സാമിന് വേണ്ടുന്ന എല്ലാ ടൈപ്പ് ആസ്പെക്ട്സും നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, വിൽ ജസ്റ്റ് ഗെറ്റ്. അപ്പോൾ ആദ്യമേ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഓർഡർ, ഒന്ന് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ചില സമയങ്ങളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കണം. സോ ഓർഡർ, ഡിഗ്രി. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷനാണ് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പം ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എങ്കിൽ 2 ആണ് അതിൻ്റെ ഓർഡർ. അപ്പം ഡി ക്യൂബ് എന്നെങ്കിൽ 3. nth ഓർഡർ ആണ് മാക്സിമം വരുന്നതെങ്കിൽ n ആണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന ഇക്വേഷനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. അത്ര സിമ്പിൾ ആണ് ഫസ്റ്റ് തിങ് ഓർഡർ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ, അതായത് ഓർഡർ വേർഡ് ലേറ്റ് ചെയ്ത് എപ്പോഴും ഡിഗ്രി നിൽക്കത്തുള്ളൂ. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ്, അത് ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ പവർ ഓഫ് ഇൻ ഇക്വേഷൻ അല്ല, ഹയസ്റ്റ് ഡെറിവേറ്റീവ് എത്രയാണോ അതിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഓക്കെ, വെൻ ഡെറിവേറ്റീവ്സ് ആർ ഫ്രീ ഫ്രം ഫ്രാക്ഷണൽ പവർ. ഫ്രാക്ഷണൽ പവേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ പവേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫ്രാക്ഷണൽ പവർ മാറ്റണം. അതിനുശേഷമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സോ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിന് എന്തുമാത്രം പവർ ഉണ്ട് അതാണ് ഡിഗ്രി. ബട്ട് അത് ഫ്രാക്ഷണൽ പവർ ആവാൻ പാടില്ല. ഉദാഹരണത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പം ഇതിനകത്ത് റൈസ് ടു 3/4 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷണൽ പവർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കൺവേർട്ട് ചെയ്യണം. റൈസ് ടു 4 വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുമ്പോൾ ഇവിടെ റൈസ് ടു 4, ഇവിടെ റൈസ് ടു 3 വരും. അപ്പം ഈ കേസിൽ എന്താ, ഡി ക്യൂബ് എക്സ് ബൈ ഡി ടി ക്യൂബ്, പിന്നെ ഇത് ഹോൾ ക്യൂബ് കണ്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കറിയാം, ഇതേ ക്യൂബ് പ്ലസ് അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് ടേംസ് ഉണ്ടാവുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം, ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, 1 2 1 1 3 3 1. അങ്ങനെ പറയുന്നത് പോലെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോഎഫിഷ്യന്റിന് പവർ എന്തായിരിക്കും, 3 ആയിരിക്കും. ഇതിന്റെ കോഎഫിഷ്യന്റ് പവർ 2 ആയിരിക്കും. പവർ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും, 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇക്വേഷൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്യൂബ് ആയിരിക്കും ആദ്യം വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയ 3 ആണ്, 3 ആണ്. മാത്രമല്ല ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം പവർ വരാൻ സാധ്യതയുള്ള വിത്തൗട്ട് ഫ്രാക്ഷൻ, അതും 3 തന്നെയാണ്. സോ ഓർഡറും ഡിഗ്രി ഈ കേസിൽ 3 തന്നെയാണ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓർഡറും ഡിഗ്രി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് സൊല്യൂഷൻ ഓഫ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ. നിങ്ങൾ പലർക്കും ഇത് അറിയാതിരിക്കും. എനിവേ നമുക്കൊന്നുകൂടെ നോക്കാം എങ്ങനെയാണെന്ന്. സോ ക്വസ്റ്റ്യൻ dy ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മാറ്റി dy ബൈ ഡി എക്സ് ഇക്വൽ ടു മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അതായത് വൈയുടെ വേരിയബിൾ അല്ല ഒരു ഭാഗത്തും, എക്സിന്റെ വേരിയബിൾ അല്ല ഒരു ഭാഗത്തും, ഇടയ്ക്ക് എക്സ് ഈക്വൽ. അപ്പം വൈ തന്നെ ആവണമെന്നില്ല. എക്സിനും ടിയിലും ആണെങ്കിൽ എക്സിന്റെ അല്ല ഇവിടെയും ടിന്റെ അല്ല ഇവിടെയും. അങ്ങനെ നമ്മൾ മാറ്റിയതിനു ശേഷമാണ് നമ്മൾ എന്ത് എഴുതുന്നത്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, മൈനസ് dy ന്റെ കൂടെ നമ്മൾ ഇതിനെ കൊണ്ടുവരുവാണ്. മൈനസ് 1/y സ്ക്വയർ dy ഈസ് ഈക്വൽ ടു dx എന്ന് വരും. ഇത് വേരിയബിൾ സെപ്പറബിൾ ആയി. ഇവിടെ ഒരു വേരിയബിൾ, ഇവിടെ വേരിയബിൾ. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ മൈനസ് 1/y സ്ക്വയർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ സംഭവിക്കും 1/y കിട്ടും. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, 1/y ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്ക്. 1/y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താ, y റൈസ് ടു -1 ഡിഫറൻഷിയേറ്റ് ചെയ്യണം. -1 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന -1 y റൈസ് ടു -2, അതായത് -1/y സ്ക്വയർ. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് പറ്റും, 1/y വരും. അത് ഓർക്കുക. -1/y സ്ക്വയറിനെ 1/y നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. dx ഇന്റഗ്രേറ്റ് ചെയ്താൽ x ആണ് നമുക്കറിയാം. അങ്ങനെ നമുക്ക് വേരിയബിൾ റെസിപ്രോക്കൽ മെത്തേഡിൽ ഈ ഒരു സാധനം സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത്ര സിമ്പിൾ ആണ് കാര്യം. ഇനി വേറൊരു രീതി, when we get dy by dx is a function of ax plus by plus c. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനായി തരുമ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറേറ്റബിൾ മെത്തേഡ് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പം മര്യാദയ്ക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് തരുവാണ്, ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നാൽ നമ്മൾ ഡയറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ തരുവാണെങ്കിൽ ഇത് നോക്കണം, ഇങ്ങനെയാണ് തരുന്നത്. കാരണം സൈൻ ഓഫ് ax plus by plus c അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷൻ ഓഫ് ax plus by plus c is equal to dy by dx എന്ന് തന്നു കഴിഞ്ഞാൽ
ഇത് സെപ്പറേറ്റ് ആണ് ഡിഫിക്കൽട്ടി സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വേരിയബിൾ സെപ്പറേറ്റ് ഫോമിൽ കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഉദാഹരണം വെച്ച് നമുക്ക് പഠിക്കാം. dy by dx is equal to x plus y plus 1 the whole square. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്, x plus y plus 1 the whole square, സ്ക്വയർ ഫംഗ്ഷൻ ആണ് x plus y plus 1. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? we assume x plus y plus 1, അതായത് ഈ കിടക്കുന്ന ax plus by plus c നമ്മൾ z എന്ന് അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷൻ മുഴുവനായും x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് x ലാണ് y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ x ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും, y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx കിട്ടും. 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒന്നും കിട്ടൂല, 0 ആവും. ആൻഡ് z ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dz by dx എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ അത് dy by dx എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx നമ്മൾ മാറ്റിയാൽ അത് dz by dx minus 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ 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 അപ്പം ഇത് ലും x നും ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. dy by dx എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച dy by dx dz by dx minus 1 ആണ്. അതുപോലെ x plus y plus 1 എന്ന് പറഞ്ഞതാണ് z1. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി ഇങ്ങോട്ട് എഴുതിയാൽ dz by dx minus 1 is equal to z square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ dz by dx എന്താ? z square plus 1. ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറേറ്റ് ഫോമായി അല്ലേ? അപ്പം അത് മാറ്റിയ z എല്ലാം ഇപ്പുറത്തോട്ട് വന്നിട്ട് 1 by z square plus 1 is equal to dx എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ കണ്ട ഈ ഒരു സാധനം പഠിച്ചു വെക്കേണ്ട സാധനമാണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ല ഇങ്ങനെ പഠിച്ചത്, tan ഇൻവേഴ്സ് x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 by 1 plus x square ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചിങ്ങോട്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. tan ഇൻവേഴ്സ് x ന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ 1 by 1 plus x square ആണ്. അതുപോലെ 1 by 1 plus x square ഇന്റഗ്രേഷൻ tan ഇൻവേഴ്സ് x, അത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിങ്ങനെ ആയി. അതിനുശേഷം നമുക്ക് 1 by z square plus 1 dz എന്ന് പറഞ്ഞാൽ dx ആണ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് z plus is equal to x plus c എന്ന് വരും. tan ഇൻവേഴ്സ് ഓഫ് z is equal to dx എന്നത് x plus c എന്ന് വരും. ഇവിടെ നമ്മൾ നിർത്താൻ പാടില്ല. കാരണം എന്താ? z ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതാണ്. ഇതാണ് z ന്റെ വാല്യൂ. സോ അല്ല, ഇതാണ് z ന്റെ വാല്യൂ. x plus y plus 1 ആണ് ഈ കേസിൽ z ന്റെ വാല്യൂ. ഒരു ജനറൽ കേസിൽ നമ്മൾ ഇതായിരിക്കും z കൊടുക്കുക. ഈ ഒരു കേസിൽ x plus y plus 1 ആണ് നമ്മൾ z ആയിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന് പകരം tan inverse of x plus y plus 1 is equal to x plus c നമ്മൾ എഴുതാം. അപ്പം ഈ ഒരു മെത്തേഡ് അറിയുന്ന ഒരാൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ആസ്പെക്ട് ആണ്. നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എല്ലാ ക്വസ്റ്റ്യനും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പക്ഷെ ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഇവർ നമുക്ക് നല്ലപോലെ കടന്ന് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കടന്ന് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. ഫംഗ്ഷൻ ഓഫ് ax plus by plus c എന്ന് പറഞ്ഞ് വന്നാൽ അതിനെ z ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ ഡെറിവേറ്റീവിനകത്ത് നിന്ന് dy by dx നെ z ന്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം അത് വെച്ചിട്ട് വേരിയബിൾ സെപ്പറേറ്റ് മെത്തേഡിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് ചെയ്തിട്ട് അവസാനം z ന്റെ വാല്യൂ മാറ്റാനും മറക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് മെത്തേഡിന്റെ മെത്തേഡ് 1 മെത്തേഡ് 2 നമ്മൾ പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If at every point of a certain curve slope of tangent is minus 2x by y, the curve എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കൂ. കുറച്ച് നേരം ബ്രേക്ക് എടുത്തത് അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ. അത് കഴിഞ്ഞ് വന്ന് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 ഓപ്ഷൻ നമുക്കുള്ളത്: സ്ട്രെയിറ്റ് ലൈൻ, പാരാബോള, സർക്കിൾ, എലിപ്സ്. പറഞ്ഞേക്കുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് മൈനസ് 2x by y എന്നാണ്. അപ്പോൾ y is a function of x ആണെന്നുണ്ടെങ്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy by dx ആണ്. അപ്പോൾ dy by dx ന്റെ കാര്യമാണ് അവർ ഈ മൈനസ് 2x by y എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. dy by dx is equal to minus 2x by y. y dy is equal to minus 2x dx. Simple variable separable form. y integrate ചെയ്താൽ y square by 2, x integrate ചെയ്താൽ x square by 2. ബാക്കി നമ്മൾ ചെയ്ത് വരുമ്പോൾ പ്ലസ് c ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് y square by 2 plus x square by 1 is equal to c. ഇതൊരു എലിപ്സിന്റെ ഫോമാണ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x square by a square plus y square by b square is equal to a constant. ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. മൈനസ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും, അതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആയിട്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എലിപ്സ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് തന്നെ എലിപ്സ് ആണ് നമുക്ക് കിട്ടുന്ന
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത the solution of dy by dx is equal to y square with the initial value ബൗണ്ടറി കണ്ടീഷൻ തരുക. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ സി കിടക്കുന്നുണ്ടോ? സി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് കോൺസ്റ്റന്റ് സി വരും. ആ സി മാറ്റാൻ വേണ്ടി നമുക്ക് തരുന്ന സാധനങ്ങളാണ് ബൗണ്ടറി കണ്ടീഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ തരുന്ന ഓരോരോ വാല്യൂസ്, ഇങ്ങനെ തരുന്ന സാധനങ്ങളെല്ലാം അങ്ങനത്തെ വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന dy by dx y square വിത്ത് ഇനിഷ്യൽ വാല്യൂ y of 0 is equal to അല്ലെങ്കിൽ x 0 ആകുമ്പോഴത്തേക്ക് y 1 ആണെന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. y of 0 ഇപ്പം ആക്ച്വലി ഇത് y of x അല്ലേ, y of x ആയിരിക്കും നമുക്ക് തന്നെ. y of 0 x ന് പകരം 0 കൊടുത്താൽ 1 കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. y of 0 is equal to 1 bounded by this interval is. അപ്പം x ഏതൊക്കെ പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ y is equal to f of x എന്ന് വിളിക്കാം. അപ്പം f of x ന് പകരം ഞാൻ ഒരു വാല്യൂ കൊടുക്കുകയാണ്, x 1 by x കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേറ്റത്തിന് പഠിച്ചായിരുന്നു, ഈ ഡിനോമിനേറ്റർ 0 ആയി പോയാൽ it is a singularity. Okay, it is a singularity നമുക്ക് പറയാമല്ലേ, നമുക്ക് ഒരു റിയൽ കോർഡിനേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാം നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അപ്പം x ന് നമ്മൾ ഇവിടെ 0 കൊടുക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പം ആ ഭാഗം ഡിഫൈൻഡ്. അപ്പൊ എവിടെ ഡിഫൈൻഡ് ആണെന്ന് ചോദിച്ചാൽ x ന് 0 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റും ഡിഫൈൻഡ് ആണ് പറയും. അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സ്റ്റേണൽ എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ഇതാണ് നമുക്ക് തന്നേക്കുന്ന സാധനം. ഇതിനകത്താണ് നമുക്ക് y of x കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ പോയിന്റ്സിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇത് ചെയ്ത് നോക്കാം. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം മാത്രം എൻ്റെ വീഡിയോ ബാക്കി കണ്ടാൽ മതി. ഓക്കെ, സോ dy by dx is equal to y square തന്നേക്കുന്നത് സാധനം. അപ്പോൾ നമ്മളതിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്താ, 1 by y square dy is equal to dx എന്ന് വരും. സിമ്പിൾ ഇൻറ്റഗ്രേറ്റ് 1 by y square നമ്മൾ നേരത്തെ പറഞ്ഞു, മൈനസ് 1 by y square ഇന്റഗ്രേറ്റ് ചെയ്ത 1 by വരും എന്ന് പറഞ്ഞ പോലെ 1 by y square ഇന്റഗ്രേറ്റ് ചെയ്ത മൈനസ് 1 by y. സോ is minus 1 by y is equal to x plus c, constant of integration c. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സാധനം. പക്ഷെ പറഞ്ഞിട്ടുണ്ട് x 0 ആകുമ്പോൾ y യുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ x ന് 0 ഇട്ടിട്ട് y യുടെ വാല്യൂ 1 എന്ന് കൊടുക്കാം. അപ്പോൾ c യുടെ വാല്യൂ -1. അപ്പോൾ c യുടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇക്വേഷൻ മാറി -1 by y is equal to x minus 1 എന്ന് മാറി. ഈ പ്ലസ് c എന്നുള്ള സാധനം -1 എന്ന് മാറി. കാരണം c യുടെ വാല്യൂ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി c യുടെ വാല്യൂ അതാണ്. അപ്പം ഇക്വേഷൻ ഇങ്ങനെ മാറി, -1 by y is equal to x minus 1 എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് മാറി. 1 by y എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by minus x എന്ന് വിളിക്കാം. ജസ്റ്റ് ഒരു സൈൻ മാറ്റി ചേഞ്ച് ചെയ്തേ ഉള്ളൂ. y എന്ന് പറഞ്ഞാൽ 1 by 1 minus x ആണ്. ഈ നമുക്കറിയാം ഈ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ 0 ആവുന്ന പോയിന്റ് ഏതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഒരു 0 ആവുന്നത് x എന്താവുമ്പോഴാണ്, x 1 ആവുമ്പോഴാണ്. അപ്പോൾ x 1 ഒഴിച്ച് ബാക്കി ഏത് പോയിന്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഉണ്ടോ, x ലെസ് ദാൻ 1 ആണ്, x ഗ്രേറ്റർ ദാൻ 1 ആണ്, x ഈക്വൽ ടു 1 ആവരുത്. എങ്കിൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ വേരിയബിൾ സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ഒരു സംഭവത്തിലോട്ട് പോകാം. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് രണ്ട് രീതിയിൽ പ്രധാനമായിട്ട് എഴുതാൻ പറ്റുന്നത്. ഒന്ന് ഈ ഫോമാറ്റിൽ, ഒന്ന് ഈ ഫോമാറ്റിൽ. രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ dy by dx ഓക്കെ പ്ലസ് പി വൈ ഈസ് ഇക്വൽ ടു ക്യൂ. ഇവിടെ dx by dy പ്ലസ് പി എക്സ് ഈസ് ഇക്വൽ ടു ക്യൂ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ y തന്നെയാണ് ഇവിടെ വരുന്നത്, ഇവിടുത്തെ x തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പിയും ക്യൂവും വിൽ ഫംഗ്ഷൻ ഓഫ് എക്സ്. കാരണം ഡെറിവേറ്റ് ചെയ്തേക്കുന്നത് എക്സ് വെച്ചിട്ടാണ്, അതുകൊണ്ട് ഇവിടെ പിയും ക്യൂവും ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ ഡെറിവേറ്റീവ് എടുത്തേക്കുന്ന പിയും ക്യൂവിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന എക്സിനെ ഡെറിവേറ്റീവ് എടുക്കുന്ന y വെച്ചതുകൊണ്ട് പിയും ക്യൂവും എന്താണ് ഫംഗ്ഷൻസ് ഓഫ് y ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. dy by dx plus py is equal to q, അവിടെ p and q functions of x only. അല്ലെങ്കിൽ dx by dy plus px is equal to q, p and q are functions of y only. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരു ടേം ആണ്. ടേമിന്റെ പേരാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് dy by dx plus py is equal to q എന്നുള്ള ടേമിൽ നമുക്കറിയാം dxന്റെ ടേംസിലാണ് dxന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dx ആണ്. മാത്രമല്ല p എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് only നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് എന്താ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dy. മനസ്സിലായോ?
അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്ന 2 കേസ്. അതിനുശേഷമാണ് നമ്മൾക്ക് ശരിക്കുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ മാറ്റി എഴുതിയിട്ട് പിന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്കിതിനകത്ത് ഈ ഒരു സാധനത്തിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. നമുക്ക് y എന്നൊരു ടേം ഉണ്ട്, x എന്നൊരു ടേം ഉണ്ട്. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇത് മാത്തമാറ്റിക്കൽ റിലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കാണാൻ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. y-ഉം x-ഉം p-യും q ആണ് ഉള്ളത്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ ഓൾറെഡി നമ്മൾ ഇൻറ്റഗ്രൽ പി ഡി എക്സ് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ പി കഴിഞ്ഞ് എക്സ് കഴിഞ്ഞു, ബാക്കി y-യും q ആണുള്ളത്. ഇത്ര മനസ്സിലായല്ലോ? ഇനി നമ്മൾ എഴുതേണ്ടത് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇങ്ങനെ എഴുതാൻ ഒരു പാഠമില്ലല്ലോ. ഇനി y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു q ഇൻറ്റഗ്രേറ്റ്, ബാക്കിയുള്ള എണ്ണം y-യും q. y ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു q ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. ഇവിടെ ഇൻറ്റഗ്രേറ്റ് ഇടുക, ഇവിടെ dx ഇടുക. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതെല്ലാം. അങ്ങനെയാണ് ഈ ഒരു ടേമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് രണ്ടാമത്തെ കേസിലും പറയാൻ പറ്റും. പറഞ്ഞു നോക്കാം. ഈ കേസിൽ dx by dy plus px is equal to q ആണ്. ഇവിടെ p-യും q-വും y-യുടെ ടേംസിലേക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dy ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ടേംസ് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? p, q, x, y. ഇവിടെ p-യും y-യും കഴിഞ്ഞു, y-യും കഴിഞ്ഞു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, എക്സ് ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റഗ്രൽ ഡി വൈ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടേംസ് എഴുതിയതിനു ശേഷമാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ഇൻറ്റഗ്രേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കിയേക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് പഠിക്കാനുള്ള എളുപ്പത്തിനുള്ള ഒരു മാർഗ്ഗം കൂടെ കണ്ടുപിടിച്ച് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ. x square dy by dx plus 2xy is equal to 2ln x by x. ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. x 1 ആകുമ്പോൾ y 0 ആയിരിക്കും. അതുപോലെ x e ആകുമ്പോൾ y എത്ര ആണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അത് ഓപ്ഷൻ ഡി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിവേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് ചെയ്തു നോക്കാം. ഇതല്ലേ സാധനം. അപ്പോൾ ഇതിനെ നമ്മൾ ടേംസ് എഴുതുക. എന്താ നമ്മുടെ ടേം? dy by dx plus py is equal to q. ഈ ടേംസ് നമ്മൾ എഴുതണം. പക്ഷേ ഇതിനകത്ത് x square dy by dx plus 2xy is equal to 2ln x by x എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ x square ഇവിടെ അധികമാണ്. അപ്പോൾ നമ്മൾ x square വെച്ച് ടോട്ടൽ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് dy by dx plus 2/x. കാരണം എന്താ? 2xy divided by x square 2/x ആണ് അല്ലേ? 2/x times y. 2/x times y. 2xy എന്നുള്ള സാധനം 2/x times y ആയി is equal to 2ln x divided by x cube. ഇവിടെ x ഉള്ളൂ, നമ്മൾ x square വെച്ച് എല്ലായിടത്തും ഡിവൈഡ് ചെയ്തപ്പോൾ x cube ആയി. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ കണ്ടുപിടിച്ചു? p-യും q-വും നമുക്ക് കിട്ടി. p ദ ഫംഗ്ഷൻ ഓഫ് x ആണ്, q ഫംഗ്ഷൻ ഓഫ് x ആണ്, ആൻഡ് x ഡെറിവേറ്റീവ് എടുത്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും? e റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ്. ഏതൊക്കെ ടേം ആണോ p-യും q ഉള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറുകൾ e റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് എന്ന് കിട്ടി. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e റൈസ് ടു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/x dx എന്ന് കിട്ടും. ഓക്കെ, 1/x ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ln x ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ln x ഡെറിവേറ്റീവ് എടുത്താൽ d by dx ഓഫ് ln x എടുത്താൽ 1/x കിട്ടും. അപ്പോൾ 1/x ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ln x കിട്ടും. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 1/x dx ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ln x കിട്ടും. ln x plus c കിട്ടും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ പ്ലസ് സി നമ്മൾ ഈ പി ഡി എക്സ് ഇൻറ്റഗ്രേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് മനസ്സിലാക്കിയത്. കാരണം ഇതൊരു മെത്തേഡാണ്. ഇതൊരു കറക്റ്റ് ഒരു മാത്തമാറ്റിക്കൽ രീതി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മെത്തേഡാണ്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പ്ലസ് സി നമ്മളിവിടെ യൂസ് ചെയ്യത്തില്ല, ഈ ഒരു ഇൻറ്റഗ്രേഷനിൽ മാത്രം. അതിനുശേഷം ഇൻറ്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യും, ഇവിടെ നമ്മൾ യൂസ് ചെയ്യൂല. അത് ശ്രദ്ധിക്കുക. ഈ റൈസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സിനകത്ത് നമ്മൾ പ്ലസ് സി എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സംഭവിച്ചു? ഇതിനെ 1/x-നെ ln x എന്ന് കിട്ടും. നമുക്ക് 2ln x എന്ന് പറഞ്ഞാൽ ln x സ്ക്വയർ എന്നറിയാം. e റൈസ് ടു ln എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. ln ഓഫ് e എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത്? e റൈസ് ടു ln. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ x സ്ക്വയർ മാത്രം ബാക്കി വരും. ആ x സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതും. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? x സ്ക്വയർ.
ഇനി നമുക്ക് ഈ സിമ്പിളായിട്ട് അറിയാം, നമുക്ക് പി കഴിഞ്ഞു, എക്സ് കഴിഞ്ഞു, ബാക്കിയുള്ളത് ക്യൂ ഉണ്ട്, വൈ ഉണ്ട്. അത് വെച്ച് നമ്മൾ ഇക്വേഷൻ എഴുതുക. y into integrated factor is equal to integral q integration spectrum factor into dx. integrating factor വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, q ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കറിയാം ln x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/x എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ln x നെ ഞാൻ t എന്ന് വിളിച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ln x നെ ഞാൻ t എന്ന് വിളിച്ചാൽ 1/x നെ എനിക്ക് dt എന്ന് വിളിക്കാൻ പറ്റും. സിമ്പിൾ ആയ ഇന്റഗ്രേഷൻ ആയിട്ട് ഇത് കൺവേർട്ട് ആവും. y(x) is equal to integral 2t dt എന്ന് കൺവേർട്ട് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും? y is equal to അതിനുശേഷം ഇത്രയും ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഈ ഒരു x സ്ക്വയറിനെ കൂടെ താഴെ കൊണ്ടുവരിക. y is equal to 1/x square integral 2t dt എന്ന് എഴുതുക. ഓക്കെ, is equal to 1/x square into 2t dt നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പറ്റും 2t square by 2 plus c. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? t square divided by x square plus c എന്ന് കിട്ടി. t യുടെ വാല്യൂ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ln x എന്ന്. സോ ln x square by x square plus c എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ പ്ലസ് സി ഉപയോഗിക്കത്തില്ല. ഈ ഇന്റഗ്രേഷന് അത് പ്ലസ് സി ഉപയോഗിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ വെച്ച് ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. ഈ എക്സ് സ്ക്വയറിനെയും കൂടെ എടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കളയരുത്. ഈ എക്സ് സ്ക്വയറിനെ പുറത്തിട്ടേക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. താഴെ കൊണ്ടുവരുന്നെങ്കിൽ തന്നെ അത് പുറത്തിട്ടിരിക്കണം. എന്നിട്ട് ബാക്കി ഇന്റഗ്രേഷൻ ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് ക്യാൻസലേഷനോ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഈ ഒരു സംഭവം ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുന്നെങ്കിൽ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോകാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഒടുക്കം y is equal to 1/x square ln x the whole square plus c എന്നൊരു സാധനമാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോകും. അല്ല നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും മനസ്സിലാവും. വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. x 1 ആകുമ്പോൾ y 0 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് c 0 ആണെന്ന് കിട്ടും. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ln 1 എന്ന് പറഞ്ഞാൽ എന്താണ്? c. ശ്രദ്ധിക്കുക കേട്ടോ, ln 1 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് ഓർക്കുക. ln 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ഓർക്കുക. വേണമെങ്കിൽ ഞാൻ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് സിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം സി എന്ന് പറഞ്ഞ സാധനം 0 ആണ്. ഇത് 0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ആൻഡ് എക്സ് ഇ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വൈയുടെ വാല്യൂ എന്ത് സംഭവിക്കും? നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ln e the whole square divided by e square. ln e എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ln e എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. ഓക്കെ, 1 divided by e square എന്ന സാധനം നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ y is equal to 1/e square എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡിയിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. x into dy by dx plus y is equal to x raised to 4. ഇവിടെ തന്നിട്ടുണ്ട് x 1 ആകുമ്പോൾ yയുടെ വാല്യൂ 6/5 ആയിരിക്കും. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് dy by dx ടേംസിലാക്കുക, x വെച്ച് ഡിവൈഡ് ചെയ്യുക എല്ലായിടത്തും. അപ്പം ഇവിടെ 1/x വരും, ഇവിടെ x വരും. ഇത് p ആണ്, ഇത് q ആണ്. ഓക്കെ, ഇത് രണ്ടും x ന്റെ ടേംസ് ആണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആൻഡ് നൗ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e റേസ് ടു ഇന്റഗ്രൽ p dx 1/x dx. 1/x നെ ഡെറിവേറ്റീവ് എടുത്താൽ ln ആവും, ln x ആവും. ln x e റേസ് ടു ln x ഞാൻ പറഞ്ഞു x ആണ്. ഇവിടെ നമ്മൾ പ്ലസ് c ഇടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മേളിൽ പ്ലസ് c ഇടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. 1/x dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln x പ്ലസ് c ആയി വരേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന് വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസ് c ഇടത്തില്ല, പകരം നമുക്ക് e റേസ് ടു ln x കിട്ടും. അത് x തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്. ഇക്വേഷനോട്ട് മാറുമ്പോഴത്തേക്ക് വീണ്ടും y into integrating factor is equal to integral q into integral factor dx. ഇതെങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണ്ടും പറയുന്നില്ല. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y is equal to 1/x പുറത്തിടുക, integral x raised to 4 dx. ഇന്റഗ്രേറ്റ് ചെയ്താൽ x raised to 5 divided by 5x ആവും. x raised to 5 divided by 5 ആവത്തുള്ളൂ. പിന്നെ 1/x കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, കാരണം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം x raised to 5 divided by 5x ആവും. അതിനുശേഷം പ്ലസ് c കൊടുക്കുക. രണ്ടായിട്ട് കൊടുക്കാൻ നിൽക്കരുത്. അത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് x raised to 5 ഇങ്ങനെ വരും, x raised to 5 by 5 plus c എന്ന് വന്നിട്ട് പിന്നെ നമ്മൾ 1/x വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1/x ഇതും വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് c വെച്ച് മൾട്ടിപ്ലൈ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? x വെച്ച് xും കൂടെ അതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം മാത്രം പ്ലസ് c എക്സ്ട്രാ ഇട്ട് കൊടുക്കുക.
അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ രീതി. ഇങ്ങനെ വേണം ചെയ്താലേ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ട് എന്തിനെന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താണ് ആൻസർ കിട്ടുക. അപ്പോൾ x raised to 5 divided by 5x plus c നമ്മൾ എഴുതുന്നു. x raised to 4 divided by 5 plus c നമ്മൾ എഴുതുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ x is equal to 1 കൊടുക്കുമ്പോൾ y 6/5 ആവും. അങ്ങനെ നമുക്ക് അതിനകത്ത് c യുടെ വാല്യൂ കിട്ടും. c യുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. പിന്നെ നമുക്ക് y യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഈ സാധനത്തിന്റെ c യുടെ വാല്യൂ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് y യുടെ വാല്യൂ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആദ്യം മുതൽ പറയാം. ഇവിടെ c ഇടരുത് ഫസ്റ്റ് കാര്യം. 2 x ഉം കൂടെ ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്യരുത്. ഇവിടെ കിടക്കുന്ന x ഉം കൂടെ ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്യരുത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങ് c ഇടരുത്. ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1/x ഇന്റഗ്രൽ x raised to 4 dx എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1/x into ഓക്കെ x raised to 5 divided by 5 വരും. പ്ലസ് സി ഇങ്ങനെ ബ്രാക്കറ്റ് ഇടരുത്. അല്ല, നമ്മൾ x പ്ലസ് സി അത് കഴിഞ്ഞ് ഇങ്ങനെ കിട്ടാൻ മതി. അപ്പൊ എന്ത് പറ്റും? x raised to 4/5 അല്ലേ? അതെ, പ്ലസ് സി കിട്ടും. അതാണ്. അപ്പം ആ 3 പോയിന്റ്സ് നമ്മൾ ഈ ഇന്റഗ്രേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അത് ഓർത്തു കൊള്ളുക. അങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ്. അപ്പം ഈ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഒരു ഫോം ഇങ്ങനെയായിരിക്കും: dy/dx = ഫംഗ്ഷൻ ഓഫ് xy ഡിവൈഡ് ബൈ g of xy. അതിനകത്ത് ഈ fxy അല്ലെ f of xy അല്ലെ xും yയും ടേംസിലുള്ള fഉം xും yയും ടേംസിലുള്ള gയും ഈ രണ്ട് ഫംഗ്ഷൻസും ഹോമോജീനിയസ് ഫംഗ്ഷൻസ് ആണ്. ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എല്ലാ ടേംസിന്റെയും പവർ സെയിം ആയിരിക്കും. അതായത് f of xy നെ x³ + y³ + x² y എന്ന് ഞാൻ എഴുതിയാൽ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എഴുതാം +y²x എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ ഇതിന്റെ പവറുകൾ ഇവിടെ 3 ആണ്, ഇവിടെ 2 + 1 3 ആണ്. നേരത്തെ ഞാൻ എഴുതിയ എന്താ y²x, അവിടെ എന്താ 2 + 1 3 ആണ്. അങ്ങനെ പവർ എല്ലാ ടേമിനും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹോമോജീനിയസ് ഫംഗ്ഷൻ. അത് സിമ്പിൾ ആയിട്ട് വിളിക്കാൻ പറ്റും. വേറൊരു രീതി പറഞ്ഞ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എക്സിനും വൈയും വരും kx ഉം ky ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ആ f of kx ky എന്നുള്ള സാധനം നമ്മൾ ചെയ്തു വരുമ്പോൾ k raised to n എന്ന് പറയുന്നത് ആ പവർ ഇൻറ്റു f of xy എന്നുള്ള രീതി കിട്ടണം. ഇത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. പറഞ്ഞുതരാം. ഈ സാധനത്തിനകത്ത് തന്നെ ഇപ്പം f of xy x³ + y³ + x² y, അതിനകത്ത് എല്ലാ പവറിന്റെയും സമ്മ് 3 ആണ്, സെയിം ആണ്. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ടേംസിലാക്കി തരാം. ഇത് ഞാൻ ജസ്റ്റ് f of kx ky എന്ന് ഞാൻ വിളിച്ചാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? kx the whole cube ky the whole cube, okay, plus kx² into ky. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് k³ x³ plus k³ y³ plus k³ x² y എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താ? k³ ടൈംസ് ഓഫ് x³ plus y³ plus x² y, k raised to n into f of xy. അങ്ങനെ വരും. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ പറഞ്ഞാൽ. ഇത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി എങ്ങനെ നമുക്കിത് മനസ്സിലാക്കി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്, ആ രീതി ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കും? പ്രോബ്ലത്തിൽ യൂഷ്വലി x/y എന്നോ y/x എന്നോ പറഞ്ഞ ടേംസോ അല്ലെ അങ്ങനത്തെ ഫംഗ്ഷൻസോ വരുന്നെങ്കിൽ നമുക്ക് പറയാം അത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു പ്രോബ്ലത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം. x/y y/x എന്ന് വന്നാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പ്രോബ്ലം വെച്ചിട്ട് ലെറ്റ്സ് സീ ഇറ്റ് എ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കർവ് പാസിംഗ് ത്രൂ എ പോയിന്റ്. ഇത് അപ്പോൾ x1 കിട്ടുമ്പോൾ y 5/6 ആവുന്ന ടൈപ്പ് ഉള്ള ഒരു കർവാണ്. അതങ്ങനെയാണ് y യുടെ ഫംഗ്ഷൻ വരുന്നത് പറഞ്ഞേക്കുന്നത്. ബൗണ്ടറി കണ്ടീഷൻ ആണ്. ഓക്കെ, ലെറ്റ് ദ സ്ലോപ്പ് ഓഫ് കർവ് അറ്റ് ഈച്ച് പോയിന്റ് xy be y/x plus sec of y by. നേരത്തെ നമ്മൾ സ്ലോപ്പ് dy/dx ആണ്. സോ dy/dx ആണ് y/x plus sec y/x. കണ്ടോ, ഇവിടെ കണ്ടോ y/x എന്ന് പറഞ്ഞ സാധനം ടേമിൽ വന്നാണ്ടോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മളിത് ഹോമോജീനിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ആ രീതിക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നതാണ്.
ഇക്വേഷൻ ഓഫ് കർവ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കർവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഇത് ചെയ്യുന്നത് ഈ y/x വരുന്ന കേസിൽ, ഇങ്ങനത്തെ കേസ് ഇത് വരുന്ന കേസ് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. y = vx എന്ന് എടുക്കുക. y = vx എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? y/x എന്ന് പറഞ്ഞാൽ v നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം y = vx എടുത്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ dy/dx എന്നുള്ള ടേമിന് പകരം ഇത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ v × dx/dx plus x × dv/dx. dx/dx ക്യാൻസൽ ആയി പോകുന്നത് dy/dx = v plus x dv/dx. ഇപ്പൊ ഞാൻ ഇവിടെ v എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ രണ്ടും ഒന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്, അത് മനസ്സിലാക്കുക. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ഈ സാധനത്തിന് പകരം നമ്മൾ ഇത് കൊടുക്കും, v plus x dv/dx കൊടുക്കുന്നു. is equal to y/x v ആണ് plus sec of y/x sec v ആണ്. അങ്ങനെ നമുക്ക് ഇത് കിട്ടിയിട്ട് v യും v യും ക്യാൻസൽ ആയി പോയി. അങ്ങനെ നമുക്ക് x dv/dx = sec v എന്ന് കിട്ടും. sec v എന്ന് പറഞ്ഞാൽ 1/cos v ആണ്. നമുക്ക് ഒരു ഫോർമുല ഉണ്ട്, cos x into sec x = 1. അതുപോലെ തന്നെ നമുക്ക് tan x into cot x = 1. അതുപോലെ തന്നെ sin x into cosec x = 1. ഈ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്, ട്രിഗണോമെട്രി വരുന്നതാണ്. നമ്മൾ പണ്ട് +1 +2 പഠിക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആയതുകൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ഫോമിൽ മാറും. നമ്മൾ കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ആവും. എന്തുകൊണ്ട് കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ആവുന്നില്ല എന്നുള്ളത് പലർക്കും ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാമെങ്കിൽ പോലും. അപ്പോൾ റീസൺ ഒന്നുമില്ല. സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് കോസ് ആവും, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് സൈനും ആവും. സോറി, സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് കോസ് ആവും, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ആവും. ഓക്കെ, അതുപോലെ തന്നെ കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ആവും, സൈനിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ആവും, മൈനസ് സൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കോസ് ആവും എന്ന് പറയാം. അതുപോലെ സൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസ് എന്ന് സംഭവിച്ചത്. നമുക്ക് കോസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ സൈൻ വന്നത്. അതുപോലെ 1/x ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ln x ആണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെ എന്നിട്ട് v ക്ക് പകരം നമ്മൾ y/x വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി x 1 ആകുമ്പോൾ y 5/6 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് c ½ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ sin y/x = ln x plus half എന്നുള്ളതാണ്. sin y/x = ln x plus half. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നൗ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്ന കേസിൽ എന്ത് ചെയ്യും എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, d²y/dx² plus p × dy/dx plus q × y is equal to r × r of x. അല്ലെങ്കിൽ ഒരു എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. ഈ r of x 0 ആണെങ്കിൽ അത് ഹോമോജീനിയസ് എന്ന് വിളിക്കാം, ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. ഇത് സോൾവ് ചെയ്യുന്ന രീതി രണ്ട് ടേംസ് ആണ്. ഒന്ന് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CF എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് പഠിക്കാം. അതുപോലെ PI പർട്ടിക്കുലർ ഇന്റഗ്രൽ PI. ഈ രണ്ട് സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ ഓക്കെ ഹോമോജീനിയസ് ആണെങ്കിൽ y എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരിക്കും. അതായത് r of x 0 എന്ന കേസിൽ y എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരിക്കും. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പറയുന്നത്, സെക്കൻഡ് ഓർഡർ ആണ് പറയുന്നത്, ശ്രദ്ധിക്കും. അതേസമയം നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ, അതായത് r of x നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇത് ഇത്രയും നോൺ ഹോമോജീനിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ വളരെ ലെങ്തി ആയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ചില കേസിൽ അവർ ജസ്റ്റ് എന്താണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് മാത്രം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം, എന്താണ് അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്തത് പോകാം. സോ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം നമുക്ക് നോക്കാം. സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ആ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന്റെ ബേസിക് ഇത് നമുക്കറിയാലോ. എന്താ നമുക്കറിയാവുന്നത്? d²y/dx² plus p dy/dx p dy/dx plus qy is equal to 0 എന്നുള്ളതാണ് അതിന്റെ ഫോം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഞാനൊരു ബേസിക്സ് പറയുകയാണ്. നമ്മൾ എപ്പോഴും ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് വേറെ രീതി ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം.
നമ്മൾ y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ആർ എക്സ് എന്നൊരു അസംഷൻ നടത്തിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആറിൻ്റെ ടേം അതിനനുസരിച്ച് രണ്ട് ടൈംസ് മൾട്ടിപ്ലൈ ആവും, ഇവിടെ ഒരു ടൈംസ് മൾട്ടിപ്ലൈ ആവും, ഇവിടെ അങ്ങനെ തന്നെ ഇ റേസ് ടു ആർ എക്സ് ആയിട്ട് തന്നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇ റേസ് ടു ആർ എക്സിനെ പുറത്തെടുത്താൽ ആർ സ്ക്വയർ പ്ലസ് പി ആർ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അതിനകത്ത് ഇ റേസ് ടു ആർ എക്സ് 0 ആവാൻ പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ y 0 ആയി പോകണമെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് ആവത്തില്ല. അതുകൊണ്ട് ഈ സാധനം 0 ആവുന്ന ഈ ടൈപ്പിലാണ് നമ്മൾ ആർ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ ആർ സ്ക്വയർ പ്ലസ് പി ആർ പ്ലസ് ക്യൂ 0 ആയി പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ആർ കിട്ടും, R1ഉം R2ഉം. ചില കേസിൽ R1ഉം R2ഉം രണ്ടായിരിക്കും, ചില കേസിൽ R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും, ചില കേസിൽ R1ഉം R2ഉം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റുകളായിരിക്കും. ജസ്റ്റ് ലൈക്ക് സോൾവിങ് എ ലീനിയർ ഇക്വേഷൻ. സോ ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക്രിമിനന്റ് എന്ന സാധനമുണ്ട്, എന്താണ് b² മൈനസ് 4ac. ഈ ഡിസ്ക്രിമിനന്റ് 0 ആവുന്ന കേസിൽ ഈക്വൽ റൂട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്, പോസിറ്റീവ് ആവുന്ന കേസിൽ ഡിസ്റ്റിങ്ക്റ്റ് 2 റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, നെഗറ്റീവ് ആവുന്ന കേസിൽ കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു സെയിം കൺസെപ്റ്റ് വെച്ച് തന്നെ ഇങ്ങനെ 3 രീതിയിൽ R1ഉം R2ഉം നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആർ സ്ക്വയർ പ്ലസ് പി ആർ പ്ലസ് ക്യൂ എന്നുള്ള സാധനം ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഈ നമ്പർ ഓഫ് ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഉണ്ടെങ്കിൽ ആർ സ്ക്വയർ, ഇവിടെ ഒരെണ്ണ ഡെറിവേറ്റീവ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പി ആർ, പി ടൈംസ് ഓഫ് ആർ പ്ലസ് ക്യൂ ഇൻറ്റു വൈ, ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പം ക്യൂ നമ്മൾ ഇങ്ങനെ എഴുതും. നമ്പർ ഓഫ് ഡെറിവേറ്റീവ് ആണ് വരുന്നത്, വൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 ആയിട്ടാണ് കൂട്ടുക. ചില ആൾക്കാർ എന്ത് വേറെ രീതി എഴുതാറുണ്ട്, നമുക്ക് ആ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനത്തിനെ ഈ ഒരു സ്മോൾ ഡിനെ ക്യാപിറ്റൽ ഡി ആയിട്ട് മാറ്റും. ഇങ്ങനെ d² പ്ലസ് പി ഡി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ആറിന് പകരം ഇവിടെ ഡി കൊടുക്കുന്നേ ഉള്ളൂ, നമ്പർ ഓഫ് ഡെറിവേറ്റീവ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം d² y ബൈ dx² അവർക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്, d² y, അതായത് d² എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് അത്രയും വേണ്ട. നമ്മൾ ഇപ്പൊ തൽക്കാലം നമ്മൾ ഇങ്ങനത്തെ കേസ്, അല്ലെങ്കിൽ നമ്മൾ 0 ആവുന്ന കേസ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ കേസിൽ നമ്മൾ ആർ വെച്ച് നമുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ. സോ ഈ ഒരു ടേമിനെ നമ്മൾ ആറിന്റെ ടേംസിന് മാറ്റുക, ആർ സ്ക്വയർ പ്ലസ് പി ആർ പ്ലസ് ക്യൂ 0 ആക്കുക. അതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് ആറിന് R1 R2 എന്നുള്ള വാല്യൂ കിട്ടും. അതിന് 3 കേസുകളുണ്ട്, 3 കേസിൽ 3 സൊല്യൂഷൻ കിട്ടും. ആ 3 സൊല്യൂഷൻ അങ്ങ് എഴുതിയാണ് ആൻസർ ആയി. ജസ്റ്റ് സൊല്യൂഷൻ എഴുതുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇത് കാണാൻ പഠിക്കുക, സൊല്യൂഷൻ എഴുതുക കൃത്യമായിട്ട്. അപ്പം R1ഉം R2ഉം ആറിന് ഈക്വൽ ആവുന്ന കേസിൽ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ, C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു ആർ എക്സ്. ഓക്കെ, C1 പ്ലസ് C2x ഇൻറ്റു ഇ റേസ് ടു ആർ എക്സ്. രണ്ട് ഡിസ്റ്റിങ് റൂട്ട് വരുന്നെങ്കിലോ C1 e raised to R1x, കാരണം R1ഉം R2 രണ്ടെണ്ണം വരും, പ്ലസ് C2 e raised to R2x. C1 C2 ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ വന്ന്, ഞാൻ പറഞ്ഞു കോംപ്ലക്സ് ഈ കോസും സൈനും ഒക്കെ അസോസിയേറ്റഡ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ കാൽക്കുലസിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അത് എ ഉണ്ട് ബി ഉണ്ട്, എ പ്ലസ് ഐ ബി അല്ലേ, എ ഉണ്ട് ബി ഉണ്ട്, ഈ എ ഇയുടെ കൂടെ കയറും. സോ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു, അപ്പോൾ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു C1 cos bx പ്ലസ് C2 sin bx. ഈ 3 ഫോർമുലാസ് ആണ് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെ പഠിക്കുക എങ്കിൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്, അറിയാമെങ്കിൽ ചെയ്യാൻ വളരെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നൗ അതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇപ്പം ഇത് 2 റൂട്ട്സ് കിട്ടും. ചില കേസിൽ മൾട്ടിപ്പിൾ റൂട്ട്സ് വരും. ഇപ്പം 2 റൂട്ട്സ് തന്നെ ആവണമെന്നില്ല, കുറച്ച് കൂടുതൽ റൂട്ട്സ് വരുന്ന കേസൊക്കെ വരാൻ പറ്റും. അപ്പം 2, 3, 4 പ്ലസ് 5y എന്നാണ് പറഞ്ഞത്, 4 പ്ലസ് 5yയും 4 മൈനസ് 5y, അങ്ങനെ 4 റൂട്ട്സ് വരുന്ന ഒരു സോൾവിങ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 2ഉം 3ഉം 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എഴുതണം. C1 e raised to 2x, C2 e raised to 3x, അതിനുശേഷം നമ്മൾ 4 പ്ലസ് 5y എടുക്കണം. ഇപ്പം അതിന് കണക്ക് ഇവിടെ വീണ്ടും ഉണ്ട് 6, 6 എന്ന് പറഞ്ഞ് 2 ഈക്വൽ റൂട്ട്സും ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, C1 പ്ലസ് C2
എക്സ് ഇൻറ്റു ഇ റേസ് ടു 6x എക്സ്ട്രാ ഇതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്ത് സോ C4 വരെ C3 C4 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് C5 C6 എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്കിത് കുമുലേറ്റ് ചെയ്ത് കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. കാരണം മൾട്ടിപ്പിൾ റൂട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 ഡിസ്റ്റിങ് റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതുക, കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതുക, ഈക്വൽ റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഴുതുക. അങ്ങനെ 3 രീതിയിൽ ആഡ് ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആ സമയത്ത് കോൺസ്റ്റന്റ് C1 C2 C3 C4 അങ്ങനെ കൂട്ടി വേറെ കോൺസ്റ്റന്റ്സ് ഇട്ട് കൊടുക്കണമെന്നൊരു കാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ നമ്മൾ എന്തായിട്ട് മാറ്റും? ഡി എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആറിൻ്റെ കാര്യം എഴുതും. ആർ സ്ക്വയർ പ്ലസ് ഈ സാധനം വെച്ച് മൾട്ടിപ്ലൈ ആകും. ഇവിടെ പി ഇൻറ്റു ഡി വൈ ആയതുകൊണ്ട് പി ആർ പ്ലസ് ക്യൂ ഇൻറ്റു വൈ. വെറും വൈനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല, അത് ക്യൂ ആയിട്ട് മാത്രം നമ്മൾ എടുക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക, വൈയിലുള്ള സ്ഥലത്ത് നമ്മൾ ആർ ഇടാൻ പാടില്ല. ഡി വന്നാൽ മാത്രമേ ആർ ഇടാൻ പാടുള്ളൂ. ഓക്കെ, സോ ആർ ഇസിക്കൽ ടു R1 R2 അത് 3 രീതി വരാം. R1 ഇസിക്കൽ ടു R2 ഇസിക്കൽ ടു R വന്നാൽ സൊല്യൂഷൻ ഇതാണ്. R1 നോട്ട് ഈക്വൽ ടു R2 വന്ന സൊല്യൂഷൻ ഇതാണ്. R ഈസിക്കൽ ടു A പ്ലസ് ഓർ മൈനസ് IB എന്നുള്ള കോംപ്ലക്സ് സൊല്യൂഷൻ വന്ന സൊല്യൂഷൻ ഇതാണ്. ആൻഡ് കൂടുതൽ ഫ്രൂട്ട്സ് വന്നാൽ നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ മാറ്റി എഴുതേണ്ടി വരും. സോ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. d2y by dx square plus dy by dx plus y is equal to 0. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക, അതിനുശേഷം മാത്രം സൊല്യൂഷൻ നോക്കുക. ഈ കേസിൽ ഡി എത്ര ഉണ്ട്? 2 എണ്ണം. സോ ആർ സ്ക്വയർ പ്ലസ് ഡി ഒരെണ്ണം ആർ പ്ലസ് 1. സോ ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1. ഇവിടെ എന്താ പറയുക, ഇവിടെ ഡി ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ 1 ഇടുന്നത്. ഡി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആർ ഇടരുത്, ഡി ഉണ്ടെങ്കിലേ ആർ ഇടാവുള്ളൂ. ഇതിപ്പോൾ R/0 എന്ന് വേണമെങ്കിൽ വിളിക്കാം, കാരണം ഡി ഒന്നുമില്ല. സോ R/0 വരുന്നു. ഓക്കെ, അങ്ങനെ ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 ഈക്വൽ 0 കൊടുത്താൽ അതിനകത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആർ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ചെയ്യുമ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. എയും ബിയും കിട്ടും. a -1/2 ബി √3/2 ആണ് വരും. സോ നമുക്ക് സൊല്യൂഷൻ അറിയാം. y ഈക്വൽ ടു e റേസ് ടു ax, എക്ക് പകരം -1/2 കൊടുക്കുക, ഇൻറ്റു C1 cos bx, ബിക്ക് പകരം √3/2 കൊടുക്കുക, പ്ലസ് C2 sin bx, അവിടെയും √3/2 കൊടുക്കുക ബിക്ക് പകരം. അങ്ങനെ നമുക്ക് e റേസ് ടു -x/2 ഇൻറ്റു C1 cos √3/2x പ്ലസ് C2 sin √3/2x. കണ്ട, ഇത് ശ്രദ്ധിക്കുക. cos b ഇൻറ്റു x ഒന്നും അല്ല, ഇങ്ങനെ ഇത് ഒരുമിച്ചാണ്. അത് ശ്രദ്ധിക്കുക. ഒന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതിയേക്കാം, കൺഫ്യൂഷൻ വരില്ല. cos bx sin bx, അത് പിന്നെ ഇതാവും. ഓക്കെ, ഡൗട്ട് വരില്ല. വിൽ ഡു ലൈക്ക് ദാറ്റ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. cos bx പിന്നെ sin bx. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇത് 0 ആയതുകൊണ്ടാണ് ഇത് ഇവിടെ വേറൊരു എക്സിന് ടേം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ കൂടെ പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും കാണും, പ്ലസ് പർട്ടിക്കുലർ ഉണ്ടെങ്കിലും കൂടെ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്തത് വേറൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ തന്നിട്ടുണ്ട്. d2y by dx square, സോ സെക്കൻഡ് ഓർഡർ ആണ്, പ്ലസ് dy by dx മൈനസ് 6y ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? മാത്രമല്ല ഇത് പറഞ്ഞിട്ടുണ്ട്, x 0 ആകുമ്പോഴത്തേക്ക് y 0 എന്ന് പറയുന്നുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് y dy by dx x 0 ആകുമ്പോഴത്തേക്ക് y 1 ആണെന്ന് പറയുന്നുണ്ട്. രണ്ട് എന്താ പറഞ്ഞിട്ടുണ്ട്, y of 1 അല്ലെങ്കിൽ x 1 ആകുമ്പോൾ y എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഈ സാധനം നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. d 2 എണ്ണം ആർ സ്ക്വയർ പ്ലസ് d ഒരെണ്ണം പ്ലസ് ആർ മൈനസ് 6, ഇവിടെ d ഇല്ല, സോ r/0 1. സോ ആർ സ്ക്വയർ പ്ലസ് ആർ മൈനസ് 6, അതിനകത്ത് ആറിന്റെ വാല്യൂ നമ്മൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ചെയ്യുമ്പോൾ നമുക്ക് r1 2 എന്നും r2 മൈനസ് എന്നും കിട്ടും. കോംപ്ലിമെന്റ് ഫംഗ്ഷൻ എഴുതുന്നത് നമുക്കറിയാം, c1 e raised to 2x പ്ലസ് c2 e raised to minus 3x നമുക്ക് എഴുതാൻ അറിയാം. ഇനി ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, c1 പ്ലസ് c2 0 എന്ന് കിട്ടും. അതായത് c1 എന്ന് പറഞ്ഞാൽ മൈനസ് c2 എന്ന് കിട്ടും. അടുത്ത ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് കിട്ടും. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ dy by dx എടുത്താൽ e raised to 2x അങ്ങനെ കിട്ടും. c1 into 2 into e raised to 2x plus c2 into minus 3 into e raised to minus 3x ഇങ്ങനെ കിട്ടും. അത് നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മൾ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, 2c1 minus 3c2 is 1. നമ്മൾ 1 2 സബ്സ്റ്റിറ്റ്യൂട്ട്, c1 is minus c2 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് c1 ന്റെ വാല്യൂ 1/5 എന്നും c2 ന്റെ വാല്യൂ -1/5 എന്നും കിട്ടും. ഓക്കെ, സൊല്യൂഷൻ
5y is equal to e raised to 2x minus e raised to minus 3x. അപ്പോൾ ചോദിച്ചേക്കുന്ന y of 1 x 1 ആകുമ്പോൾ y എത്രയാണ് ചോദിച്ചേക്കുന്നത് 1 നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ e raised to 2 minus e raised to minus 3 ഡിവൈഡ് ബൈ കാരണം y ആ ചോദിച്ചേക്കുന്നത് സോ ഡിവൈഡ് ബൈ 5 കൂടെ വരും. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നൗ വി വിൽ ഡു അടുത്തത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ വന്നാൽ എന്ത് ചെയ്യും? എക്സ്ട്രാ ഒരു r x കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി പർട്ടിക്കുലർ ഇന്റഗ്രലും കൂടെ ഇവിടെ സം ആയിട്ട് വരും. പർട്ടിക്കുലർ ഇന്റഗ്രലും കൂടെ വരും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ വരുന്നതിന് 3 കേസുകളുണ്ട്. 3 കേസിന് 3 ടൈപ്പ് ഓഫ് പർട്ടിക്കുലർ ഇന്റഗ്രൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നാമത്തെ കേസ് rx ന് e raised to ax plus b ഫോമിൽ rx വരാം. അടുത്തത് x raised to m ന്റെ ഫോമിൽ rx വരാം. ഓക്കെ, അതുപോലെ sin ax plus b യുടെ കേസിലോ cos ax plus b യുടെ കേസിലോ ആണ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഈ ഒരു 3 കേസുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ആ പ്രധാനമായിട്ടുള്ള കേസുള്ള ചോദ്യങ്ങളാണ് വരാറ്. അപ്പോൾ rx ന് 3 സംഭവങ്ങൾ വരാം. e raised to ax plus b, x raised to m അല്ലെങ്കിൽ sin of ax plus b or cos of ax plus b. 3 കേസിലും എങ്ങനെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. Okay, we'll start. So, case 1, rx is equal to e raised to ax plus b. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. സോ ഈ ഇക്വേഷൻ ഇങ്ങനെ കിടക്കുന്ന ഇക്വേഷൻ ആണല്ലോ, ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാധനത്തിനെ നമുക്ക് d സ്ക്വയർ എന്ന് വിളിക്കാം. ഇത് ഞങ്ങൾക്ക് 2d എന്ന് വിളിക്കാം. r തന്നെയാണ്, ഞാൻ ജസ്റ്റ് d ആക്കുന്നു എന്നുള്ളത് കാര്യമുള്ളൂ. ഓക്കെ, അതുപോലെ 6. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ ഇത്, d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 6. ഇത്ര എഴുതാൻ അറിയാമല്ലോ. പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നേക്കുന്ന rx ഉണ്ട്, rx നമ്മൾ ഈ ഒരു d യുടെ ടേം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതും. ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി ഡിക്ക് പകരം a ഇട്ട് കൊടുക്കുക. ഡിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? ഡിക്ക് പകരം a ഇട്ട് കൊടുക്കുക. a എന്ന് പറഞ്ഞാൽ എന്താണ്? ax plus b യുടെ ഇതാണ് a, 2 ആണ് ഇവിടുത്തെ a. അതിട്ട് കൊടുക്കുക. ഡിക്ക് പകരം അതിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ e raised to 2x plus 1 divided by 14 എന്ന് കിട്ടും. ഓക്കെ, 14 എന്ന് കിട്ടും. അതാണ് ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പം e raised to ax plus b വന്നാൽ വളരെ സിമ്പിളായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to നമുക്ക് തന്നേക്കുന്ന rx ഉണ്ട് ഡിവൈഡ് ബൈ d യുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ d യുടെ ടേംസിൽ നമ്മൾ എഴുതുക. അതിനുശേഷം ഡിക്ക് പകരം ax plus b യിലെ a ഇട്ട് കൊടുക്കുക. ആൻഡ് വി ഗോട്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അത് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 0 ആണ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടും. പിന്നെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കേസ് 1 e raised to ax plus b ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി അല്ലേ? എളുപ്പമല്ലേ? അറിയണമെന്നൊരു കാര്യമുള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തത് നമുക്ക് അതേ ടൈപ്പുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും d square y by dx square minus 2dy by dx plus y is equal to e raised to x ആണ്. ഇവിടെ e raised to ax plus b ക്കകത്ത് a എന്ന് പറഞ്ഞാൽ 1 ആണ്, b 0 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ പർട്ടിക്കുലർ ഇന്റഗ്രൽ വീണ്ടും നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ കാര്യം പറയുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ചെയ്യേണ്ടത് നമുക്കറിയാം. നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നോക്കേണ്ടത്. അവിടെ e raised to x ഡിവൈഡ് ബൈ d സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ d സ്ക്വയർ മൈനസ് 2d എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ 2d മൈനസ് 2d പ്ലസ് ഇവിടെ d ഇല്ലാത്തതുകൊണ്ട് 1 d raised to 0 അല്ലെങ്കിൽ d raised to 0 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അത് ഞാൻ പറഞ്ഞത് d എന്ന് പറഞ്ഞാൽ a ഇടാൻ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ d a ഇട്ട് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ വരുന്ന കേസിൽ ഡിനോമിനേറ്റർ നമ്മൾ ഇടുമ്പോൾ 0 ആയി പോകുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മോളിൽ നമ്മൾ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ എന്താണോ ആ നമ്പർ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ ഒരു ഡെറിവേറ്റീവ് എടുക്കുക. മനസ്സിലായോ? അതായത് d സ്ക്വയർ മൈനസ് 2d പ്ലസ് 1 എന്നുള്ള സാധനം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2d മൈനസ് 2. അപ്പം അത് ഡീനെ ജസ്റ്റ് ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം മുകളിൽ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡെറിവേറ്റീവ് എടുക്കുക. മറന്നു പോകരുത്, ന്യൂമറേറ്ററിലാണ് x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട്
ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വീണ്ടും ഡിക്ക് വരിക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വീണ്ടും എന്ത് സംഭവിക്കും? 0 ആയി പോകും. എഗെയിൻ എന്ത് ചെയ്യണം? മുകളിൽ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് x സ്ക്വയർ e റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും, 2 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പം ഒന്നുകിൽ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, എ ഇട്ടുമ്പോൾ ആൻസർ കിട്ടും. എ ഇട്ടുമ്പോൾ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അങ്ങനെ വരുന്നെങ്കിൽ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അപ്പം നമുക്ക് കേസ് 1 സാധ്യതയുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കേസ് 2 വരാനുള്ള സാധ്യത. കേസ് 2 സൈൻ എ എക്സ് പ്ലസ് ബി അല്ലെങ്കിൽ കോസ് എ എക്സ് പ്ലസ് ബി ആവാനുള്ള സാധ്യതയുണ്ട്. ആ കേസിൽ നമ്മൾ എന്താ ചെയ്യാം? പഴയ പോലെ തന്നെ നമ്മൾ ആദ്യമേ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ നമ്മൾ ഡിയുടെ ടേംസ് എഴുതുക. ടി സ്ക്വയർ പ്ലസ് ഇവിടെ 2d പ്ലസ് 1. ഓക്കെ, ഇനി ഈ സൈനോ കോസോ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഡി സ്ക്വയറിനെ മൈനസ് എ സ്ക്വയർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഹൈലൈറ്റിംഗ് കൊടുക്കാം. ഓക്കെ, ദാ പുട്ട് ഡി സ്ക്വയർ equal to minus a square. ഇങ്ങനെ ആക്കിയതിനു ശേഷം ഡി സ്ക്വയറിന് പകരം മൈനസ് എ സ്ക്വയർ. ഡിക്ക് ഒന്നും ചെയ്യാൻ പോകരുത്, ഡിക്ക് ഒന്നും ചെയ്യാൻ പോകരുത്, ഡി സ്ക്വയറിനെ മാത്രം മൈനസ് എ സ്ക്വയർ ആക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സൈൻ 2x പ്ലസ് 1 ഡിവൈഡ് ബൈ ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ. എ എന്താണ് ഇവിടെ? കോസ് എ എക്സ് പ്ലസ് ബി സൈൻ എ എക്സ് പ്ലസ് ബി, ഇതാണ് എ അല്ലേ? ഇവിടെ സൈൻ 2x പ്ലസ് 1 ആണ്, 2 ആണ് എ. അപ്പം 2 സ്ക്വയറിന്റെ മൈനസ് ഓഫ് 2 സ്ക്വയർ മൈനസ് 4 ആണ് ഡി സ്ക്വയറിന് വരെ ഇട്ടുന്നത്. അപ്പോൾ ഡി സ്ക്വയറിന് മൈനസ് 4 പ്ലസ് 2d അതുപോലെ ഇട്ട് പ്ലസ് 1. ഓക്കെ, അപ്പോൾ സൈൻ 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 2d മൈനസ് 3 നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സാധനത്തിനെ മാറ്റാൻ വേണ്ടി നമുക്ക് വീണ്ടും ഡി സ്ക്വയറിന് മൈനസ് എ സ്ക്വയർ ഇടണം. അപ്പോൾ ഡി സ്ക്വയറിന്റെ ടേം ഇവിടെ വരുത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് എ പ്ലസ് ബി എ മൈനസ് ബി ഇട്ടാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് ഇവിടെ ഒരു ഡി സ്ക്വയറിന്റെ ടേം നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മേളിലും താഴെയും ഇവിടെ എന്താണുള്ളത് 2d മൈനസ് 3 ആണെങ്കിൽ 2d പ്ലസ് 3 വെച്ച് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവം അറിയാമോ? 2d ഓഫ് ഇത് ഡെറിവേറ്റീവ് ആണ്, അത് മറന്നു പോയത്. 2d ഓഫ് ഇത്രയും ഈ സൈൻ 2x പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു സൈൻ 2x പ്ലസ് 1. അതായത് 2d ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് എഴുതിയത്. 2d ഇൻറ്റു സൈൻ 2x പ്ലസ് 1 പ്ലസ് 3നെ മൾട്ടിപ്ലൈ ചെയ്തു, 3 ഇൻറ്റു സൈൻ 2x പ്ലസ് 1. താഴെ 2d മൈനസ് 3 ഇത് 2d പ്ലസ് 3. അപ്പം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവുന്നത് പോലെ 4d സ്ക്വയർ മൈനസ് 9 എന്ന് വരും. ഡി സ്ക്വയറിന് വീണ്ടും നമുക്ക് എന്ത് എഴുതാം? മൈനസ് എ സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതുവരെ ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അത് പോയി. സോ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറി ഇതിനെ നമ്മൾ ഇങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ഈ 2 ഡെറിവേറ്റീവ് ഓഫ് സൈൻ 2x പ്ലസ് 1 പകരം നമ്മൾ എന്ത് ചെയ്യും? കോസ് 2x പ്ലസ് 1, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് 2x പ്ലസ് 1 ഇൻറ്റു എക്സിൻ്റെ കോഫിഷ്യൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് 2x പ്ലസ് 1 ഇൻറ്റു 2. ഓക്കെ, 2 ടൈംസ് ഓഫ് cos 2x plus 1 into 2 plus 3 into sin 2x plus 1 divided by 4 into d square ന് പകരം minus 4 minus 9. അങ്ങനെ നമുക്ക് അവസാനം ഇത് കിട്ടി നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഒന്നും കൂടി പറഞ്ഞു തരാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോണം. sin ax plus b or cos ax plus b, അതിനെ നമ്മൾ മാറ്റാൻ നമുക്കറിയാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ ആക്കണമെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ ഡിയുടെ ടേംസ് എഴുതാൻ നമുക്കറിയാം. ഡി സ്ക്വയറിനെ എവിടെ കണ്ടില്ല, അവിടെ മൈനസ് എ സ്ക്വയർ ഇടുക, ഡി അങ്ങനെ ഇട്ടേക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ഇങ്ങോട്ട് നമ്മൾ മാറ്റി അത് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ മാറും. ഇനി താഴെ ഒരു ഡി ഉണ്ടല്ലോ, ആ ഡി മാറ്റാൻ വേണ്ടി നമ്മൾ മുകളിലും താഴെയും 2d മൈനസ് 3 ആയതുകൊണ്ട് 2d പ്ലസ് 3 വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം ഇവിടെ വെറും 2d ആയിരുന്നു വെക്കുക എങ്കിലും നമുക്ക് വെറുതെ 2d വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ d വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ d സ്ക്വയർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2d മൈനസ് 3 ആണെങ്കിൽ 2d പ്ലസ് 3 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് 2d ടൈംസ് ഓഫ് സൈൻ 2x പ്ലസ് 1
പ്ലസ് 3 ടൈംസ് ഓഫ് സൈൻ 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 2d സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അങ്ങനെ ഇത് മാറി. പിന്നെ ഡി നമ്മൾ അകത്തോട്ട് കയറ്റി ഡെറിവേറ്റീവ് എടുത്ത് ഡി സ്ക്വയറിന് പകരം നമ്മൾ വീണ്ടും മൈനസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ കിട്ടും. അത്ര സിമ്പിൾ ആണ് സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഒരു കേസും കൂടെയാണുള്ളത്. ആർ എക്സ് എക്സ് റേസ് ടു എം ആവുന്ന കേസാണ്. ഓക്കെ, ആർ എക്സ് എക്സ് റേസ് ടു എം ആവുന്ന കേസ്. അപ്പോൾ ആ കേസിലും നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് തന്നെ നമുക്ക് നോക്കാം. ഇതാണ് ആ പ്രോബ്ലം. എഗെയിൻ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. പർട്ടിക്കുലർ ഇന്റഗ്രലാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 9x + 3 ഡിവൈഡ് ബൈ d സ്ക്വയർ പ്ലസ് 6d പ്ലസ് 9. ഓക്കെ, ഇനി ഈ താഴത്തെ സാധനം ഈ എക്സ് റേസ് ടു എം വരുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ട സാധനം. അപ്പോൾ ചെയ്യേണ്ട സാധനമാണ് 1 പ്ലസ് എഫ് ഓഫ് ഡി എന്ന ഫോമിലേക്ക് താഴത്തെ ആളെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് 9 എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ 9 നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ 1 പ്ലസ് സംതിങ് നമുക്ക് ആവത്തില്ല. മാത്രമേ ഉള്ളൂ. ഈ ഒരു കോൺസ്റ്റന്റ് നമ്മൾ എടുത്ത് പുറത്തിട്ടാൽ മാത്രം മതി. 1 പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 6d ഡിവൈഡ് ബൈ 9 എന്നാവും. ഡി സ്ക്വയർ പ്ലസ് 6d ഡിവൈഡ് ബൈ 9 പ്ലസ് 1 ഇൻറ്റു 9. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സാധനം തന്നെ കിട്ടും. അപ്പം ഈ ഒരു ഫോമിലേക്ക് മാറി 1 പ്ലസ് എഫ് ഓഫ് ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9x പ്ലസ് 6 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 1 പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 6d ഡിവൈഡ് ബൈ 9 നമുക്ക് മാറ്റാൻ പറ്റി. ഇനി 9x പ്ലസ് 6 ബൈ 9 അങ്ങനെ ഇട്ടിട്ട് ഈ ഒരു സാധനത്തിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഓൾ റൈസ് ടു -1 എന്ന് എഴുതാൻ പറ്റും. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ നമുക്ക് വരാം. ഒന്നുകൂടി വഴി നമുക്ക് വരാം. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് 1 പ്ലസ് എക്സ് റൈസ് ടു n ഇക്വേഷൻ. 1 പ്ലസ് എക്സ് റൈസ് ടു n ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് nx ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ. അങ്ങനെ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ്. അങ്ങനെയാണ് ആ ഫോർമുല പോകുന്നത്. അതിനകത്ത് എക്സ് വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് 1 പ്ലസ് എൻ എക്സിൽ നിർത്താൻ പറ്റും. ഇവിടെ ഡെറിവേറ്റീവ് ടേംസ് ആണ്. അപ്പോൾ ഡി സ്ക്വയർ ഡി ക്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകും. ഡി സ്ക്വയർ ഓൾറെഡി ഉണ്ട്, അതിനോട് ഡി ക്യൂബ് ഡി റേസ് പുറത്ത് വളരെ ചെറുതായി പോകും. സോ ജസ്റ്റ് 1 പ്ലസ് എൻ എക്സ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 1 പ്ലസ് എൻ എക്സ് നമ്മൾ കൊടുത്താൽ മതി. ഇതിന് പകരം ജസ്റ്റ് 1 പ്ലസ് എൻ എക്സ് മാത്രം ഇട്ടാൽ മതി. ബാക്കിയുള്ള ടേംസ് നമുക്ക് റിജക്ട് ചെയ്യും. അപ്പോൾ 1 പ്ലസ് എക്സ് റേസ് ടു എക്സ് ഹോൾ റേസ് ടു നമുക്ക് 1 പ്ലസ് എൻ എക്സ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. വെൻ എക്സ് ഈസ് വെരി സ്മോൾ. അങ്ങനെയാണ് നമ്മൾ ഈ സാധനം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം 9x പ്ലസ് 6 ഡിവൈഡ് ബൈ 9 നമുക്ക് കിടപ്പുണ്ട് ഇൻറ്റു 1 പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 6d ബൈ 9 ഹോൾ റേസ് ടു -1 ആണ്. അത് നമ്മൾ ചെയ്യുമ്പം ഇത് അങ്ങനെ കിടക്കും. ഓക്കെ, ഇവിടെ എന്താ ഇവിടുത്തെ n എന്താ? n -1 ആണ്. ഓക്കെ, എക്സിന് പകരം എന്താണ് വരുന്നത്? ഡി സ്ക്വയർ പ്ലസ് 6d ബൈ 9 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 പ്ലസ് nx ആണ് വരേണ്ടത്. അതായത് -1 മൈനസ് ഓഫ് ഡി സ്ക്വയർ പ്ലസ് 6d ബൈ 9. അതാണ് എഴുതിയേക്കുന്നത്. ബ്രാക്കറ്റ് ആണ്. ടോട്ടൽ ഫുൾ സാധനത്തിനെ മൈനസ് ചെയ്യുന്നത്. അത് തെറ്റിപ്പോയത്. അങ്ങനെ നമ്മൾ ആ ഒരു ടേമിലേക്ക് മാറ്റി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇപ്പം ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ഡെറിവേറ്റീവ് അതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 1/n ഞാൻ പുറത്തിട്ടിട്ട് ഈ ഒരു സാധനത്തെ നടുക്ക് വെച്ചിട്ട് 9x പ്ലസ് 6 ഞാൻ റൈറ്റിലോട്ട് വെച്ചു. ഓക്കെ, ഇനി ഞാൻ മൾട്ടിപ്ലൈ ആദ്യം ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് നമുക്കറിയാം. ജസ്റ്റ് ഒരു ഫംഗ്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് 1/9 ഓഫ് 9x പ്ലസ് 6. അതുപോലെ നമ്മൾ എടുത്തിട്ട് മൈനസ് ഡി സ്ക്വയർ ബൈ 9 ഇൻറ്റു 9x പ്ലസ് 6 മൈനസ്, കാരണം മൈനസ് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി 6d ആണ്. മൈനസ് ബ്രാക്കറ്റ് മാറ്റി മൈനസ് ഡി സ്ക്വയർ 9 ഇൻറ്റു 9x പ്ലസ് 6 മൈനസ് 6d ബൈ 9 ഇൻറ്റു 9x പ്ലസ് 6. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ സാധനത്തിന് നമുക്ക് അതുപോലെ എഴുതാം. 1/9 9x പ്ലസ് 6നെ അതുപോലെ എഴുതാം. പിന്നെ ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം ഇവിടെ ഞാൻ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ സംഭവിക്കും 9x പ്ലസ് 1 6 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ എക്സിന് ടേം മാറും. അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവിന് അപ്പം തന്നെ രണ്ടും കോൺസ്റ്റന്റ് ആവും. പിന്നെ ഒന്നും ഡെറിവേറ്റീവ് എടുത്താൽ രണ്ടും 0 ആയി മാറത്തേ ഉള്ളൂ. ഇവിടെ എന്താണ്? 9xനെ ഞാൻ എക്സിനെ ഡെറിവേറ്റീവ് എടുത്താൽ 1 ആവും. ഓക്കെ, കോൺസ്റ്റന്റ് അപ്പം തന്നെ പോകും. അപ്പം ആ 9 ക്യാൻസൽ ചെയ്തിട്ട് -6 മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന എത്ര സിമ്പിൾ സാധനമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആ സാധനമാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരു വിധത്തിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒറ്റ സാധനം ഇത് മാത്രമേ ഉള്ളൂ. എക്സ് റേസ് ടു m ആയി ഇതിങ്ങനെ മാറ്റാൻ നമുക്കറിയാം പർട്ടിക്കുലർ ഇന്റഗ്രൽ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് 1 പ്ലസ് f ഓഫ് d എന്ന് മാറ്റുക. അങ്ങനെ നമുക്ക് 9 പുറത്തെടുത്താൽ 1 പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 6d. അതിന് ഇത് ബ്രാക്കറ്റിലാണ് കേട്ടോ. ടോട്ടൽ സാധനമുണ്ട്. ടോട്ടൽ സാധനം ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് ഓർക്കുക. ആൻഡ് ഇതിനെ നമുക്ക്
ഹോൾ റേസ് ടു -1 എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ 1 + x റേസ് ടു ഹോൾ റേസ് ടു n എന്നുള്ള ഫോർമുല is equal to 1 + nx by 1 factorial plus n into n minus 1 divided by 2 factorial x square plus n into n minus 1 to n minus 2 divided by 3 factorial into x cube അങ്ങനെ പോകും. പക്ഷേ x വളരെ സ്മോൾ ആണെങ്കിൽ അതിന് ഡെറിവേറ്റീവ് d ഒക്കെ ആണെന്ന് d സ്ക്വയറിന്റെ ടേംസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ 1 + nx മാത്രം എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇവിടെ ഇത് n എന്നും ഇതിനെ x എന്നും വിളിച്ച് 1 + nx എന്നും പറഞ്ഞ് നമ്മൾ മാറ്റുമ്പോൾ n ന് പകരം -1 ആണ്. അതുകൊണ്ട് -d square plus 60 divided by 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 9x plus ഈ d സ്ക്വയർ x into d സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ഇല്ല, ഒരു ഐഡിയ ഇല്ല. d സ്ക്വയർ x എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം d യുടെ ടേം എഴുതിയിട്ട് പിന്നെ നമ്മൾ x ന്റെ ടേം എഴുതാവുള്ളൂ. അപ്പോൾ 1/9 into 1 minus d square plus 60/9 into 9x plus 6. പിന്നെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത് സോൾവ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ x എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. ഫൈനലി അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിക് സംഭവങ്ങൾ എങ്ങനെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും കോൺഫിഡന്റ് ആണ്, കോൺഫിഡന്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക, ചെയ്യാൻ പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. ചെയ്തെടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ. ഇതിനകത്ത് ഹീറ്റും വേവും ജസ്റ്റ് അതിന്റെ ഒരു കൺസെപ്റ്റ് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് വൈബ്രേഷൻ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇതിനെയൊക്കെ സോൾവ് ചെയ്തെടുക്കേണ്ടിയൊക്കെ വരും. ഈ ഒരു ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻ വരും. വൈബ്രേഷൻ എന്നൊരു ചാപ്റ്റർ നമ്മൾ ഇനി പഠിക്കുമ്പോൾ എപ്പോഴെങ്കിലും. സോ എങ്കിലും ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള ഹീറ്റ് ഇക്വേഷനും വേവ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ളത് ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയയും കൺസെപ്റ്റുകളും മാത്രമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഹീറ്റ് ഇക്വേഷൻ എന്താണ്? ഹീറ്റ് ഇക്വേഷൻ മോഡൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് ഇൻ എ റീജിയൻ ഓവർ ടൈം. ഇറ്റ് ഇസ് എ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. ഡോ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് ക്യൂബ് വൈനെ ഡോ ബൈ ഡോ എക്സ് ചെയ്യുന്നതും എക്സ് ക്യൂബ് വൈനെ ഡോ ബൈ ഡോ വൈ ചെയ്യുന്ന വ്യത്യാസം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ y കോൺസ്റ്റന്റ് എടുത്തിട്ട് ഡോ എക്സ് ക്യൂബ് ബൈ ഡോ എക്സ് മാത്രം ചെയ്യത്തുള്ളൂ. 3x² നമുക്ക് ക്യാൻസൽ കിട്ടും. ഈ കേസിലാണെങ്കിലോ നമ്മൾ y ആണ് ചെയ്യുന്നത്. സോ എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് എടുക്കും. ഇതെല്ലാത്ത സാധനം കോൺസ്റ്റന്റ് എടുത്തിട്ട് മറ്റേ സാധനത്തിനെ മാത്രം ഡെറിവേറ്റീവ് എടുക്കും. അതാണ് ആ പാർഷ്യൽ ഡെറിവേറ്റീവും ഫുൾ ഡെറിവേറ്റീവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ആ ഇക്വേഷൻ. ഡോ യു ബൈ ഡോ ടി. ഓക്കെ, ഡോ യു ബൈ ഡോ ടി. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഇത് ആൽഫ. ആൽഫ തെർമൽ ഡിഫ്യൂസിവിറ്റി ആൽഫ വിളിക്കുന്നത്. ഡെൽ സ്ക്വയർ യു. ഡെൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ ഒരു സാധനമാണ് ഡെല്ല്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഡെല്ലല്ലേ പറഞ്ഞത്, ഗ്രേഡിയന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് പാർഷ്യൽ ഇതിനകത്തുള്ള പാർഷ്യൽ ആയിട്ടുള്ള ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ തന്നെയാണ് ഡെല്ല്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ. അതാണ് നമ്മുടെ ഈ ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ യു എന്ന് പറഞ്ഞ എന്താണ്? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ അറ്റ് എ പൊസിഷൻ ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പൊസിഷൻ ഓഫ് എക്സ് അറ്റ് എ ടൈം ടി ആണ് യു എന്ന് പറയുന്ന സാധനം. യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. അതാണ് നമുക്ക് ഹീറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഹീറ്റ് ഇക്വേഷൻ എന്ന് എഴുതാം. ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽ സ്ക്വയർ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ആക്ച്വലി ഒരു പരാബോളിക് ഇക്വേഷൻ ആണ്. അതുകൂടെ മനസ്സിലാക്കിക്കോളൂ. പരാബോള ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം ഇവിടെ ഒരു ബാർ ഉണ്ട്, ഇവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ T2 ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹൈ ടെമ്പറേച്ചർ T1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് ടെമ്പറേച്ചർ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ടെമ്പറേച്ചർ പോകുന്നത് ഒരു പരാബോളിക് ഫോമിലായിരിക്കും പോകുന്നത്, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് പരാബോളിക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു ആൽഫ ഡെൽ സ്ക്വയർ യു. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കിത് എക്സ് ഡയറക്ഷനിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇൻ എക്സ് ഡയറക്ഷൻ നമുക്കൊന്ന് എഴുതാം. ഇൻ എക്സ് ഡയറക്ഷൻ, അതായത് 1 ഡയമെൻഷൻ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഓക്കെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ ഒരു രീതിയിൽ ഫോർമുല മാറും. അടുത്തത് വേവ് ഇക്വേഷൻ. ഇതാണ് വേവ് ഇക്വേഷൻ. ഇങ്ങനെയാണ് ആ വേവ് ഇക്വേഷൻ എഴുതുന്നത്. അത് 1 ഡയമെൻഷൻ ആകുമ്പോഴത്തേക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ.
ഇവിടെ ഇത് നമ്മൾ വ്യത്യാസം എന്താ, ഇവിടെ ഡോ യു ബൈ ഡോ ടി ആണ്, ഇവിടെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണ് വ്യത്യാസം 1D ഡയമെൻഷന്റെ. റൈറ്റ് സൈഡിൽ ഇവിടെ ആൽഫയാണ്, അതുപോലെ ഇവിടെ സി സ്ക്വയർ ആണ്, വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്, വേവിന്റെ സ്പീഡിന്റെ സ്ക്വയർ ആണ്. യു എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ അല്ല, തീർച്ചയായിട്ടും വേവ് ഇക്വേഷൻ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പൊസിഷൻ എക്സ് അറ്റ് ടൈം ടി ആണ്, ഡിസ്പ്ലേസ്മെന്റിനെയാണ് യു എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് 3 ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്, ഇത് 1 ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്, ഇതാണ് വേവ് ഇക്വേഷൻ. അടുത്തത് ലാപ്ലേഷ്യൻ ഇക്വേഷൻ. ലാപ്ലേഷ്യൻ ഇക്വേഷൻ ഡിസ്ക്രൈബ്സ് സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻസ്, നോ ടൈം ഡിപെൻഡൻസ്, ഓപ്പൺ ഡിവിഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് ഫ്ലോ, സ്റ്റഡി ഹീറ്റ് കണ്ടക്ഷൻ എക്സെട്ര, ജസ്റ്റ് ഡെൽ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0 എന്നത് മാത്രം. ജസ്റ്റ് ഡെൽ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. 1 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 1 ഡയമെൻഷൻ എഴുതാം, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഈ 3 ടൈപ്പ് ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഒന്ന് ഹീറ്റ് ഇക്വേഷൻ, ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ 1 ഡയമെൻഷൻ ആണെങ്കിൽ. വേവ് ഇക്വേഷൻ 1 ഡയമെൻഷൻ ആണെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ ഈ ഒരു ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് ടൈം വരും, ഇവിടെ ആണെങ്കിൽ സിംഗിൾ ഡെറിവേറ്റീവ് ഓഫ് ടൈമേ വരത്തുള്ളൂ, അതാണ് വ്യത്യാസം. മറ്റിടത്ത് ഇവിടെ ആൽഫയാണ്, ഇവിടെ സി സ്ക്വയർ ആണ്. നൗ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0, അല്ലെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0 എന്നത് മാത്രമാണ് ലാപ്ലേസ് ഇക്വേഷൻ. അത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വരാറുണ്ട്. ഓക്കെ, യുവിന്റെ വാല്യൂ പല, ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ വേറെ യു ആയിരിക്കും, ഫ്ലൂയിഡ് ഫ്ലോയിൽ വേറെ യു ആയിരിക്കും, ഹീറ്റ് ഫ്ലോയിൽ വേറെ യു ആയിരിക്കും, അങ്ങനെ വേറെ വേറെ യു വരാറുണ്ട്. അങ്ങനെ ഇത്രയാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഈ റീജിയനിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് MCQ പോലത്തെ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ, കോംപ്ലക്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ടും ഈ സാധനങ്ങൾ സോൾവ് ചെയ്യുക, പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, പിന്നെ പാർഷ്യൽ എന്താണ് നമ്മൾ പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷന്റെ കാര്യങ്ങൾ, ഡിഗ്രി ഓർഡറിന്റെ കാര്യങ്ങൾ, പിന്നീട് നമ്മുടെ വേരിയബിൾ സെപ്പറബിളിന്റെ മെത്തേഡ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും.